ആന്തോളജി മൂവീസ്, അതായത് ഒരു സിനിമയിൽ തന്നെ പല കഥകൾ കണക്ട് ചെയ്യുന്ന രീതി. ഇതുപോലുള്ള ഫോർമാറ്റിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലത് ഒരു കഥ കഴിയുമ്പോൾ അടുത്ത കഥ, അങ്ങനെയുള്ള രീതിയിൽ ഒരു ബന്ധവുമില്ലാതെ അടുക്കി വെച്ച രീതിയിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈപ്പർ ലിങ്ക്ഡ് മൂവീസ് പോലെ ഒരു കഥയിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു, അതിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു, ആ ഒരു രീതിയിലുള്ളത് കണ്ടിട്ടുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സോഴ്സ്, ഇപ്പോൾ നിതം ഒരുമാനത്തിലെ പോലെ ഒരു ബുക്ക് കിട്ടുന്നു, ആ ബുക്കിൽ നിന്ന് കിട്ടുന്ന സ്റ്റോറീസ് ബേസ് ചെയ്ത് പോകുന്ന സിനിമകളും കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു സിനിമ ഉണ്ട്, 2024 ഇറങ്ങിയ തമിഴ് മൂവി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഡയറക്ടറുടെ പേര് ഞാൻ അവസാനം കൊടുത്തേക്കാം. അത് കണ്ടപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ഹൈപ്പർ ലിങ്ക് മൂവീസ് അല്ലെങ്കിൽ ആന്തോളജി മൂവീസ് എങ്ങനെ എഴുതുമെന്ന് കുറേ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് 4 കഥകൾ ഒരു സിനിമയിൽ കൊള്ളിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത്, നായകൻ ഒരു ഡയറക്ടറാകാൻ നടക്കുന്നയാളാണ്. ഈ നായകൻ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പോയി സ്റ്റോറി പറയുകയാണ്. ഇയാൾ പറയുന്ന സ്റ്റോറീസാണ് ഈ സിനിമയുടെ പ്ലോട്ടെന്ന് പറയുന്നത്. ഈ സിനിമ ഞാൻ ശരിക്കും കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന സിനിമ ഞാൻ നേരത്തെ വരുന്നുണ്ടെന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഡയറക്ടറുടെ പേര് ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നതാണ് കുറേ നാൾ മുന്നേ. പക്ഷേ ഈയിടെ ഇറങ്ങി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ട് ഞാൻ ഈ സിനിമ ജസ്റ്റ് കണ്ടു നോക്കാമെന്ന് പറഞ്ഞ് കണ്ടു നോക്കി. അപ്പോൾ ഡയറക്ടറുടെ പേര് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ പടം തുടങ്ങി, സ്റ്റോറി പറയാൻ തുടങ്ങി. ഓക്കെ, ഫസ്റ്റ് സ്റ്റോറി ആയപ്പോഴത്തേക്ക് എനിക്കെന്തോ നല്ല കൺസെപ്റ്റാണെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് വലിയൊരു ഇത് തോന്നിയില്ല. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിർത്തിയിട്ട് പോയി കിടന്നു തുടങ്ങി. അപ്പോൾ കാരണം എനിക്ക് അത്രയ്ക്കൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും കൊള്ളത്തില്ലെന്ന് കേട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞാണ് അറിയുന്നത് ഇത് ഹൈപ്പർ ലിങ്ക് മൂവി അല്ല, ആന്തോളജി മൂവിയാണ് എന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്താണെന്ന് കാണണമെന്നുള്ള രീതിയിൽ ഞാൻ രണ്ടാമതിരുന്ന് ബാക്കി കണ്ടപ്പോൾ ആദ്യത്തെ സ്റ്റോറിയുടെ ബാക്കി കണ്ടപ്പോൾ നൈസ്, നല്ലൊരു സ്റ്റോറി. രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം, മൂന്നാമത്തെ സ്റ്റോറി അതിൻ്റെയും മുകളിൽ നിൽക്കുന്ന സാധനം, നാലാമത്തെ സ്റ്റോറി ടോപ്പ് ലെവൽ, ഇമോഷണലി ഒരു വേറെ ലെവൽ മൂവി. അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ 4 സ്റ്റോറീസും തമ്മിൽ ഉള്ള കണക്ഷൻ എന്ന് പറയുന്നത് ആൺ പെൺ എന്നുള്ള വ്യത്യാസത്തിനൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. പക്ഷേ ഇത് വേറെ രീതിയിലാണ് പറയുന്നത്. സൂപ്പർ മൂവിയാണ്. ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള രീതി, ചെറിയ എലമെൻറ്റുകൾ ഇട്ടിട്ടുള്ളൊരു സിനിമ. അപ്പം ഞാൻ വിചാരിച്ചു ഈ സിനിമയെല്ലാം കഴിയുമ്പോൾ നാളെ ഇങ്ങനെ തീരാറായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് 4 പേരായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പേര്, ഓരോരുത്തരുടെ പേര് എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ പടം കഴിഞ്ഞു ഏറ്റവും അവസാനം ഡയറക്ടറുടെ പേര് എഴുതി കാണിച്ചു, വിഘ്നേഷ് കാർത്തിക്, അതായത് തിട്ടമരണ്ട് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഇത് 4 പേരല്ല എഴുതിയിരിക്കുന്നത്, കാരണം ഈ ഒരാളെ കൊണ്ട് തന്നെ സംഭവിക്കുമെന്നുള്ളത്. കാരണം തിട്ടമരണ്ട് എന്ന് പറയുന്ന സിനിമയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. ആ സിനിമയുടെ ഡയറക്ടർക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതുപോലത്തെ ഒരു സിനിമയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കാരണം ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയുന്നത്. ഇത് A സർട്ടിഫിക്കറ്റാണ് സിനിമ, A സർട്ടിഫിക്കറ്റാണ്. കാരണം അതുപോലത്തുള്ള കണ്ടൻസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് പറയാം, വേറെ ലെവൽ മൂവി. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് നോക്കാൻ പറ്റി.